PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇനി കാലത്ത് 9 മണിക്ക് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT ആണ്. ഇപ്പം നമ്മൾ നിലവിൽ ബയോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. തീർന്നാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഭാഗങ്ങളിൽ കാലത്ത് എന്താണോ നമ്മൾ പഠിച്ചത് ആ ഭാഗത്ത് നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, മുൻ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 10:30 വരുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് ലൈവായിട്ട് തന്നെയാണ്. അതും ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ടോട്ടൽ 6 ക്ലാസ്സാണ് നമ്മൾ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ കണ്ടുവരണം. ഓക്കെ, അപ്പോൾ എങ്കിലാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നോട്ട്സ് ഒക്കെ ടെലഗ്രാം വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് മലയാളമാണ്. നമ്മൾ മലയാളം 2 ദിവസമാണ് എടുക്കാറ് യൂഷ്വലി. ഇപ്പോൾ നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി, അത് കഴിയാത്ത ഭാഗമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നും കൂടെ നോക്കുകയാണ്. പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 2 സന്ധികൾ പഠിച്ചു. ആഗമസന്ധിയും ദ്വിത്വസന്ധിയും നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ബാക്കിയുള്ള 2 സന്ധികൾ, ലോപസന്ധിയും ആദേശസന്ധിയും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നിന്നും PSC ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലോപസന്ധിയാണ് കേട്ടോ. ലോപസന്ധി. ലോപസന്ധി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ലോപസന്ധി എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്. അതായത് 2 വർണ്ണങ്ങൾ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ലോപിച്ചു പോകും. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ എന്താണ് ഈ വർണ്ണം, എന്താണെന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് വരും, സന്ധി എന്താണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് കണ്ടതിന് ശേഷം ബേസ് തൊട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വർണ്ണം എന്താണ്, അക്ഷരം എന്താണ്, എന്താണ് സന്ധി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടതിന് ശേഷമാണ് ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ലോപസന്ധി എന്ന് വെച്ചാൽ 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകും. ലോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറയുക. ഓക്കെ, 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു വർണ്ണം ഇല്ലാതാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കണ്ടു, അധികം, ഇല്ല, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? കണ്ടില്ല, അല്ലേ? കണ്ടു അധികം ഇല്ലയാണ് കണ്ടില്ല. അപ്പോൾ ഇവിടെ 2 വർണ്ണം ചേർന്നപ്പോൾ ഏത് വർണ്ണമാണ് ലോപിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഇണ്ടു, അല്ലേ? കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് പിരിച്ചെഴുതുമ്പോൾ ഇണ്ട് അധികം ഊ ആണ് ഇണ്ടു എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇല്ലായുടെ ഈയും കൂടെ ഉണ്ട്, അല്ലേ? അതേസമയം അത് നമുക്ക് ചേർന്നപ്പോൾ കണ്ടില്ല എന്നായി. കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഉണ്ട് അധികം ഈ ആണ് ഡി എന്ന് പറയുന്നത്, അല്ലെ? ഉണ്ടില്ല, കണ്ടില്ല എന്ന് പറയുമ്പോൾ ഡി വരുന്നത് ഉണ്ട് അധികം ഈ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടു എന്നുള്ളത് ഉണ്ടായിരുന്നു. ഉണ്ട് അധികം ഊ അധികം ഈ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് അധികം ഈ മാത്രമായി. അപ്പോൾ ഈ ഇവിടെ ഊ എവിടെ പോയി? ഊ കാണാതെയായി, അല്ലേ? ഊ ലോപിച്ചു പോയി.
അപ്പോൾ ഊ ഇവിടെ ഇല്ല. ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഒരെണ്ണം നഷ്ടപ്പെട്ടു, ഒരു വർണ്ണം നഷ്ടപ്പെട്ടു. ഊ എന്ന് പറയുന്ന വർണ്ണം ഇവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലോപസന്ധി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ പിരിച്ചെഴുതിയിട്ട് എഴുതി നോക്കുമ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാധനം ഇപ്പുറത്ത് ചേർത്ത് എഴുതുന്ന സമയത്ത് അവിടെ കുറവ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പച്ച അധികം ഇല ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പച്ചില എന്നാണ്. പച്ചില, പച്ചാധികം ഇല, പച്ചില. അപ്പോൾ ഇവിടെ എന്താണ് ലോപിച്ചു പോയതെന്ന് നോക്കാം. പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ച എന്ന് പിരിച്ചു നോക്കാം. ഇച്ച പിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇച്ചായാണ്. അപ്പോൾ ഒരു ച് അധികം മറ്റൊരു ച് അല്ലേ? ഇച്ച വരുമ്പോൾ രണ്ട് ച് വേണം. അധികം ച് എന്ന് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. അപ്പം ച എന്ന് പറയണമെങ്കിൽ ആ എന്ന് പറയുന്ന വർണ്ണവും കൂടെ വേണം അല്ലേ? അപ്പം ച് അധികം ആയാണ് ഇച്ഛ എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇലയുടെ ഈയും കൂടെ ഉണ്ട്. ഓക്കെ, അതിവിടെ നമ്മൾ ചേർത്ത് എഴുതിയപ്പോൾ ഇവിടെ ഇച്ചി എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇച്ചി എന്ന് പറയുന്നത് നമുക്ക് പിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? ച് അധികം ഈ ആണ് ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെയും ച് ഉണ്ട്, ഇവിടെയും ച് ഉണ്ട് അല്ലേ? രണ്ട് ച് ഉണ്ട്. ഇവിടെ ഈ ഉണ്ട്, ഇവിടെയും ഈ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ആ എവിടെ പോയി? ആ ഇവിടെ കാണുന്നില്ല അല്ലേ? അപ്പം ആ എന്ന് പറയുന്ന വർണ്ണം ഇങ്ങോട്ട് വന്നപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അപ്പം ഇത് എന്ത് തരം സന്ധിയാണ്? ലോപസന്ധിയാണ്. മനസ്സിലായോ? ആ എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ലോപിച്ചു പോയി. ഛ എന്ന് പറയുന്നതിൻ്റെ ആ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അത് ചി എന്നായിട്ട് മാറി. ആ എന്ന് പറയുന്ന വർണ്ണം ഇവിടെ നഷ്ടപ്പെട്ടു. ഇതൊക്കെ പിരിച്ചെഴുതിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിരിച്ചെഴുതി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഏത് വാക്ക് കിട്ടിയാലും ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അടുത്തൊരെണ്ണം നമുക്ക് നോക്കാം. തത്ത അധികം അമ്മ. ഇത് നമുക്ക് പിരിച്ചെഴുതാതെ തന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടും. എന്തുകൊണ്ടാ? നോക്കിക്കേ, തത്ത അമ്മ. ഇവിടെ തത്തയുണ്ട്, ഇവിടെ ഉമ്മായുണ്ട്. ഇവിടെയും തത്തയുണ്ട്, ഇമ്മായുണ്ട്. ഇവിടുത്തെ ആ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനെ തന്നെ നമുക്ക് നേരിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ചിലതൊന്നും മനസ്സിലാവില്ല. ഈ പച്ച അധികം ഇലയൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. ഇച്ചായനെ നമുക്ക് ഇങ്ങനെ പിരിച്ചെഴുതുമ്പോഴാണ് ഇവിടെ ആ എന്ന് പറയുന്ന ഒരു വർണ്ണം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിരിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ത എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ ത് അധികം ആയാണ് ഇത്ത. പിന്നെ ഇവിടെ വീണ്ടും അമ്മയുടെ ഒരായും കൂടെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴോ ഇവിടെ തത്തമ്മ എന്നാണ് അല്ലേ? അപ്പം ഇവിടെ ത് അധികം ആയാണ് ഇത്ത എന്ന് പറയുന്നത്. പിന്നെ ഈ അമ്മയുടെ ഒരായ ഉണ്ടായിരുന്നല്ലോ, ഈ ആ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല അല്ലേ? ഈ ത് ഉണ്ട്, ഈ ത് ഉണ്ട്, ഇവിടെ ആയുണ്ട്, ഇവിടെ ആയുണ്ട്. ഇപ്പുറത്തെ ഈ അമ്മയുടെ ഇവിടുത്തെ ആയ എവിടെ? ഇവിടെ കാണാനില്ല അല്ലേ? അപ്പം ഈ ആ എന്ന് പറയുന്നത് ഇവിടെ ലോപിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ടാണ് ഇത് ലോപസന്ധി ആവുന്നത്. മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. കുറേ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ എങ്ങനെ പിരിച്ചെഴുതി അത് കണ്ടുപിടിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത വേർഡ് കണ്ണ് അധികം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: കണ്ണ് അധികം ഉണ്ട് സമം കണ്ണുണ്ട് എന്ന് തരും. എന്നിട്ട് ഇത് ഏത് തരം സന്ധിയാണ് എന്നാണ് ചോദിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പിരിച്ചെഴുതി നോക്കണം. ഓക്കെ, അപ്പം ഇത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഇന്ന്, കണ്ണ് എന്ന് പറയുന്ന ഇണ്ണെന്ന് പറയുന്നത് പിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന് അധികം ഈ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഉകാരത്തിൻ്റെ മേലെ ഒരു ചന്ദ്രക്കല. അതിനെ പറയുന്നത് സംവൃതോകാരം എന്നാണ് പറയുക കേട്ടോ. സംവൃതോകാരം. അപ്പോൾ ഇതാണ് എന്ന് പറയുന്ന ചന്ദ്രക്കല. ഓക്കെ, അപ്പം ന് അധികം എന്ന് പറയുന്നതാണ് കണ്ണ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഉണ്ട്. ഇനി ഇവിടെ കണ്ണുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിരിക്കുമ്പോൾ ഇണ്ണു എന്ന് പറയുന്നത് എങ്ങനെ പിരിക്കുക? ന് അധികം ഇണ്ണു എന്നാണ്. അപ്പോൾ ഒരു ന് കൂടെ വേണം. ന് അധികം ഉ എന്ന് പറയുമ്പോൾ ഉ എന്ന് പറയുന്ന സൗണ്ട് വേണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ന് ഇവിടെയും ന് ഉണ്ട്, ഇവിടെ ഉ ഉണ്ട്, ഇവിടെയും ഉ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് മിസ്സായി പോയി? ഈ ചന്ദ്രക്കലയുള്ളത് അല്ലേ? അത് സംവൃതോകാരം എന്ന് പറയുന്ന എന്ന് പറയുന്ന ശബ്ദം ഇവിടെയുണ്ടോ? ഇല്ല, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് ഇതെന്താണ്? ലോപസന്ധിയാണ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ആയി അധികം എന്ന് സമം ആയെന്ന് എന്ന് തരും. ഓക്കെ, ഇപ്പം ഇത് ഏത് തരം സന്ധിയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പിരിച്ചെഴുതണം.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ എന്ന് പറയുന്നതിനെ പിരിക്കണം. എങ്ങനെ പിരിക്കാം? ഈ എന്ന് പറയുന്നത് യ അധികം ഈ ആണ് ഈ പ്ലസ് ഇവിടെ ഒരു എ ഉണ്ട്, അപ്പോൾ അതും കൂടെ നമ്മൾ എഴുതി. ഇവിടെ ആയപ്പോഴോ ആ എന്ന് എന്നാണ് അല്ലേ. എ എന്ന് പറയുമ്പോൾ യ അധികം എ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, യ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ എന്ന് പറയുന്ന ശബ്ദം ഇവിടെ ഉണ്ടോ? ഇല്ല, ഈ ലോപിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ലോപസന്ധി. അപ്പം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയാണ് ലോപസന്ധി എന്ന് പറയാം. അപ്പോൾ ഇനി ഇതുപോലെ വേർഡ്സ് തന്നിട്ട് സന്ധി നിർണ്ണയിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ പിരിച്ചെഴുതുക. ആഗമസന്ധിയും ദ്വിത്വസന്ധിയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ ലോപസന്ധിയും പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആദേശസന്ധിയാണ്. അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ശബ്ദം ചെറുതായിട്ട് അടഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, സോറി. അപ്പോൾ ആദേശസന്ധി കേട്ടോ, ആദേശസന്ധി. അപ്പോൾ ആദേശസന്ധി എന്ന് വെച്ചാൽ രണ്ട് വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം പുതിയതായി വന്നു ചേരുന്നു. രണ്ട് വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പുതിയൊരാൾ തിരിച്ചിങ്ങോട്ട് വരുന്നു. അതിനെയാണ് നമ്മൾ ആദേശസന്ധി. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി. ഒന്ന് പോയിട്ട് ആ ദേശത്ത് മറ്റൊരെണ്ണം വരുന്നു, ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആദേശസന്ധി അതാണ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയാം, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ്. വെണ്മ എന്ന് പറയുന്നത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ വെള് അധികം മായാണ് വെണ്മ. വെണ്മ എന്ന് പറയുന്ന വാക്ക് തന്നിട്ട് ഇത് ഏത് തരം സന്ധിയാണെന്ന് ചോദിക്കാം. അപ്പം വെണ്മ എന്ന് പറയുന്നത് വെള് അധികം മായാണ് വെണ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെ നമുക്ക് നോക്കാം. ആദേശസന്ധി നോക്കുക. വെണ്മ, ഇൻമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന് അധികം മായാണ് ഇൻമ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ല് അധികം മായായിരുന്നു അല്ലേ. അപ്പം ല് അധികം മാ എന്നത് പോയിട്ട് ന് അധികം മായായിട്ട് മാറി. അതായത് ല് പോയി പകരം ആ സ്ഥാനത്തേക്ക് ആര് വന്നു? ന് വന്നു അല്ലേ. മായും മായും ഇവിടെ ഉണ്ട്. ല് പോയിട്ട് പകരം ഇവിടെ എന്തായി മാറി? ന് ആയിട്ട് മാറി. അപ്പോൾ ഒന്ന് പോയി ആ സ്ഥലത്ത് ആ ദേശത്ത് മറ്റൊരു വർണ്ണം വന്നിരിക്കുന്നു. അപ്പോൾ അതാണ് ആദേശസന്ധി. വേറൊരു എക്സാമ്പിൾ പറയാം. നെല് അധികം മണി എന്ന് പറയുന്നതാണ് നെന്മണി. നെന്മണി. ഓക്കെ, അപ്പോൾ ഈ നെല് എന്ന് പറയുന്നത് നമുക്ക് ഈ ചില്ലക്ഷരങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇൽ എന്ന് പറയുന്നതാണ് ല് എന്ന് പറയുന്നത് ശരിയാണ്. നെല് അല്ലെങ്കിൽ നെൽ എന്ന് എഴുതിയാലും ശരിയാണ്. ഇർ എന്ന് പറയുന്നത് റ് എന്ന് നമുക്ക് എഴുതാം. ഇൺ എന്ന് പറയുന്നത് ന് എന്ന് നമുക്ക് എഴുതാം. ഇൻ എന്ന് പറയുന്നത് ന് എന്ന് നമുക്ക് എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ട് എഴുതിയാലും ശരിയാണ്. നെൽ എന്ന് എഴുതിയാലും നെല് എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പം നെല് അധികം മണിയാണ് നെന്മണി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ല് അധികം മ ആണ് വന്നിരിക്കുന്നത് അല്ലേ. ല് അധികം മായാണ്, ഇൽ മായാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആവുമ്പോഴോ നെന്മണിയാണ്. അപ്പം ഇൻമ എന്ന് പറയുമ്പോൾ ന് അധികം മായാണ് ഇൻമ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇവിടെ ല് അധികം മാ എന്നത് മാറി ന് അധികം മായായിട്ട് മാറി അല്ലേ. അപ്പം ല് പോയിട്ട് പകരം എന്ത് വന്നു? ന് വന്നു. അപ്പം ല് പോയി ആ ദേശത്ത് ന് വന്നിരുന്നു, പുതിയൊരു വർണ്ണം വന്നിരുന്നു. അപ്പം ഇത് ഏത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. ഓക്കെ അല്ലേ. ഇതേപോലെ നെന്മണി പോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു വേർഡാണ് നല് അധികം മാ സമം നന്മ. ഇവിടെയും അത് തന്നെ. ഇവിടെ ല് അധികം മായായിരുന്നു, ഇവിടെ ഇൻമ എന്ന് പറയുമ്പോൾ ന് അധികം മായാണ്. അപ്പം ല് പോയി ന് വന്നു, ഒന്ന് പോയി മറ്റൊരെണ്ണം ആ ദേശത്തേക്ക് വന്നു. അപ്പോൾ ആദേശസന്ധിയാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കിക്കേ. താൻ അധികം കൾ ആണ് താങ്കൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ആദേശസന്ധി ആവുന്നതെന്ന് നോക്കാം. താൻ അധികം കൾ സമം താങ്കൾ. പിരിച്ചെഴുതുമ്പോൾ താൻ ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ എന്ന് പറയുന്നത് ന് അല്ലേ. ന് അധികം ക എന്ന് പറയുന്നത് എന്താണ്? ക്ക് അധികം ആയാണിത് അല്ലേ. ന് അധികം ക്ക് അധികം ആയാണ് ന് ക്ക് ആ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ക താങ്കൾ എന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. താനധികം കൾ ചേർന്ന് താങ്കളായി.
അപ്പോൾ ഈ ഇങ്ക എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്കയാണ്. അപ്പോൾ ഇങ്ക എന്ന് പറയുമ്പോൾ ങ് അധികം ഖ്, അപ്പോൾ ഇങ്കേ ആയിട്ടുള്ളൂ. ഇങ്ക എന്ന് പറഞ്ഞെങ്കിൽ ങ് അധികം ഖ് അധികം ആയാണ് ഇങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ക്ക് ഇവിടെയുണ്ട്, ഇവിടെയും ക്ക് ഉണ്ട്, ഇവിടെ ആയുണ്ട്, ഇവിടെ ആയുണ്ട്. ഇവിടുത്തെ ന് എന്ന് പറയുന്നത് പോയി, പകരം ആര് വന്നു? ങ് എന്ന് പറയുന്ന വർണ്ണം വന്നു. അപ്പോൾ ഒന്ന് പോയി മറ്റൊരു വർണ്ണം പുതുതായിട്ട് വന്നു. അപ്പം അതിനെന്ത് പറയും? ആദേശസന്ധി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, മരം അധികം ചാടി എന്ന് പറയുന്നത് എന്താണ്? മരഞ്ചാടിയാണ് കേട്ടോ, മരഞ്ചാടി. അപ്പോൾ ഇത് നമുക്കൊന്ന് പിരിച്ചു നോക്കാം. മരം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മരം, ഈ ഇം എന്ന് പറയുന്ന സൗണ്ട്, അതായത് അനുസ്വാരം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ആ അനുസ്വാരത്തെ നമ്മൾ പിരിക്കുമ്പോൾ അത് മ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ, മ്. അപ്പം മ് അധികം ചാ എന്ന് പറയുന്നത് എന്താണ്? ച് അധികം ആയാണ് ചാ. അപ്പം മ് അധികം ച് അധികം ആ എന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ അതെന്തായി? മരഞ്ചാടി, ഇഞ്ചാന്നായി. ഇഞ്ച എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇഞ്ച എന്ന് പറയുമ്പോൾ ഞ് അധികം ച് അധികം ആയാണ് ഇഞ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ച് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ആ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ മ് എന്ന് പറയുന്നതിന് പകരം അത് പോയിട്ട് ഞ് എന്ന് പറയുന്ന വർണ്ണം വന്നു ചേർന്നു. അപ്പോൾ ഒന്ന് പോയി മറ്റൊന്ന് വന്നു. അപ്പോൾ എന്താണ്? ആദേശസന്ധിയാണ്. ഓക്കെ. ഇനി PSC സ്ഥിരമായിട്ട് ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു വേർഡാണ് വിണ്ടലം എന്ന് പറയുന്നത്. വിണ്ടലം എന്ന് പറയും തരും. അപ്പോൾ വിണ്ടലം എന്ന് പറയുന്നതിന് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ വിൺ അധികം തലം ആണ് വിണ്ടലം. അപ്പോൾ ഇതെങ്ങനെ ആദേശസന്ധ്യ എന്ന് കണ്ടുപിടിക്കാം? ഇവിടെ നോക്കാം, വിണ്ണ് ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ണ് ആണ്. ണ് അധികം തലം എന്ന് പറയുമ്പോൾ ത് അധികം ആയാണ് ത. അപ്പം ണ് അധികം ത് അധികം ആ. ഇവിടെ വന്നപ്പോൾ അത് വിണ്ടലം എന്നായി അല്ലേ. ഇണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ണ് ണ് അധികം ഉണ്ടായാണ് അല്ലേ. അപ്പം ട് അധികം ആയാണ് ഇണ്ട. ണ് അധികം ട് അധികം ആയാണ് ഇണ്ട. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ണ് ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്, ആ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ ഇവിടുത്തെ ത് എന്ന് പറയുന്നത് മാറി പുതിയതായിട്ട് എന്ത് ചേർന്നു? ട് എന്ന് പറയുന്ന വർണ്ണം വന്നു ചേർന്നു. അപ്പോൾ ഒന്ന് പോയി മറ്റൊന്ന് വന്നു. അപ്പം ഇതെന്താ? ആദേശ സന്ധിയാണ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് എൺ അധികം 100 സമം 800. പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വിണ്ണധികം 6, വിണ്ണാറ് ദ്വിത്വസന്ധിയാണ്. ഇരട്ടിപ്പ് വന്നു അല്ലേ. ഇന്നെന്ന് പറയുന്നത് ഇവിടെ ഇരട്ടിച്ചു എന്ന രീതിയിൽ 8000 നമ്മൾ പഠിച്ചു, ദ്വിത്വസന്ധി ഇരട്ടിച്ചു എന്നുള്ളത്. അതേപോലെ ഇവിടെ ഇന്ന് മാറി ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പം ദ്വിത്വസന്ധ്യ എന്ന് പറയാൻ വേണ്ടി വരും. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. ഇവിടെ ഒന്ന് നിങ്ങൾ പിരിച്ചെഴുതി നോക്കുക. എണ്ണധികം 100 എന്ന് പറയുമ്പോൾ ഇവിടെ ണ് ആണ്. ഇവിടെ 100 എന്ന് പറയുമ്പോൾ ന് അധികം ഊ ആണ് നൂ എന്ന് പറയുന്നത്. ഇവിടെ അത് നൂ ആയിട്ട് മാറി. അപ്പം നോക്കിക്കേ, ന് അധികം ഊ ആണ് എന്ത്? എന്താ? 800 എന്ന് പറയുമ്പോൾ നൂ എന്നായിട്ട് മാറി അല്ലേ. അപ്പോൾ ഇവിടെ ണ് എന്ന് പറയുന്നത് ഇരട്ടിക്കുകയല്ല ചെയ്തിരിക്കുന്നത് അല്ലേ. എന്താ ചെയ്തിരിക്കുന്നത്? ഈ ണ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഈ ഊ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ ന് എന്ന് പറയുന്ന സാധനം പോയിട്ട് ണ് വന്നതാണ്. അപ്പം ഇതെന്താണ്? ഇത് ആദേശസന്ധ്യ. ന് പോയിട്ട് ണ് വന്നു, പകരം വന്നതാണ്. ഒന്ന് പോയി ആ ദേശത്ത് മറ്റൊന്ന് വന്നു. അപ്പം ഇതെന്താണ്? ആദേശസന്ധ്യ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അങ്ങനെയല്ല. വിണ്ണാറ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? വിണ്ണധികം 6 സമം വിണ്ണാറ് എന്ന് നമ്മൾ പഠിച്ചു. അതെങ്ങനെയായിരുന്നു? ഇവിടെ ണ് ആണ്, ഇവിടെ ആയാണ്, ഇവിടെ അത് ഇന്നാന്നായിട്ട് മാറി. അതായത് ണ് അധികം ആയാണ്. അപ്പം ഇവിടെ ഒന്നും പോയിട്ടില്ല. ണ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, ആ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഈ ണ് എന്ന് പറയുന്നത് ഒന്നും കൂടെ വന്നിരിക്കുകയാണ്. അതായത് ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഒരു ണ് എന്ന് പറയുന്നതിന് പകരം 2 ണ് വന്നു. ഇത് ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഒന്ന് പോയി മറ്റൊന്ന് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എണ്ണധികം 100 എന്നാണ് അല്ലേ. യെസ്, അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പഠിച്ച 8000. എണ്ണധികം 1000 എന്ന് പറയുന്നത് 8000 ആണ്. ഇതും എന്താണ്? ദ്വിത്വസന്ധിയാണ്. എന്തുകൊണ്ടാ? ഇവിടെ ണ് ആണ്, ഇവിടെ 1000ന്റെ ആയാണ്, ഇവിടെ ഇണ്ണ എന്ന് പറയുമ്പോൾ ണ് അധികം ആയാണ് ഇണ്ണ.
അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ണ് എന്ന് പറയുന്ന ഒരെണ്ണമായിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോൾ അത് രണ്ടെണ്ണമായി, ഇരട്ടിച്ചു. അപ്പോൾ അത് ദ്വിത്വസന്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് പിരിച്ചെഴുതി കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അതായത് എണ്ണ കഴിഞ്ഞിട്ട് ഈ ഇൽ എൻ എന്നൊക്കെ പറയുന്ന ചില്ലക്ഷരം കഴിഞ്ഞിട്ട് ഇവിടെ വ്യഞ്ജനമാണ് വന്നിരിക്കുന്നത് അല്ലേ. 100 എന്ന് പറയുമ്പോൾ വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരമാണെങ്കിൽ അത് എന്തായിരിക്കും? ആദേശസന്ധി ആയിരിക്കും. എന്നാൽ ചില്ലക്ഷരം കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് സ്വരാക്ഷരമാണെങ്കിൽ 6, 1000 അങ്ങനെ സ്വരാക്ഷരത്തിലാണ് ചില്ലക്ഷരം കഴിഞ്ഞ് തുടങ്ങുന്നതെങ്കിൽ പിരിച്ചെഴുതുമ്പോൾ അതെന്തായിരിക്കും? അത് ദ്വിത്വസന്ധി ആയിരിക്കും. ഓക്കെ, ചില്ലക്ഷരത്തിന് ശേഷം സ്വരമാണ് വരുന്നതെങ്കിൽ അത് ദ്വിത്വം, ചില്ലക്ഷരത്തിന് ശേഷം വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ അത് ആദേശസന്ധി ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ലോപസന്ധി, എന്താണ് ആദേശസന്ധി എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തേത് വീട് അധികം പണി. വീട് അധികം പണി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ചേർത്തെഴുതുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീട് അധികം പണി ചേർത്തെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി, വീടുപണി അല്ലേ. വീട് അധികം പണി, വീട് പണി. അപ്പൊ ഇത് ഏത് സന്ധ്യ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: വീട് അധികം പണി ചേർത്തെഴുതുമ്പോൾ വീടുപണി. ചിലർ വീട്ടുപണി എന്നൊക്കെ പറയും അല്ലേ, അത് തെറ്റാണ്. വീട് അധികം പണി വീടുപണിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പിരിച്ചെഴുതുമ്പോൾ ഇവിടെ ഡ് ഉണ്ട്, ഇവിടെ പണിയാണ്. അപ്പൊ പ എന്ന് പറയുമ്പോൾ പ്, ഇവിടെ ട് അധികം പ് അധികം ആയാണ് വരുന്നത്. ഇവിടെ വീടുപണി എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ട് അധികം ഉ അധികം പ് അധികം ഉ എന്നായിട്ട് ആ എന്നായിട്ട് മാറി അല്ലേ. പ എന്ന് പറയുമ്പോൾ ഈ ഡു എന്ന് പറയുന്നത് ഡ് അധികം ഉ, പ എന്ന് പറയുന്നത് പ് അധികം ആ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഡ് ഇവിടെ ഉണ്ട്, ഓക്കെ, പ് ഇവിടെ ഉണ്ട്, ആ ഇവിടെ ഉണ്ട്, പും ആയും ഇപ്പുറത്തും ഉണ്ട്. പുതുതായിട്ട് ഒരാൾ വന്നു. അപ്പൊ നമ്മൾ പഠിച്ചു, 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ പുതിയൊരു വർണ്ണം ആഗമിക്കുമ്പോൾ നമ്മൾ അതിനെന്താന്ന് പറയാം? ആഗമസന്ധി എന്നാ പറയാ. അപ്പൊ ഇവിടെ ഉ എന്ന് പറയുന്ന വർണ്ണം പുതുതായിട്ട് പുറത്തുനിന്ന് വന്നിരിക്കുകയല്ലേ, ആഗമിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇത് എന്ത് തരം സന്ധിയാണ്? ആഗമസന്ധിയാണ്. അപ്പൊ സന്ധി ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ആഗമസന്ധി എന്ന് എഴുതാം. ഇങ്ങനെ പിരിച്ചെഴുതി നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കയ്യക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ, കയ്യക്ഷരം പിരിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈസി ആണ് കേട്ടോ. കയ്യക്ഷരം എന്ന് പറയുന്നത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്. കൈ അധികം അക്ഷരം. കൈ അധികം അക്ഷരം ആണ് എന്ത്? കയ്യക്ഷരം എന്ന് പറയുന്നത്. ഇത് ഏത് തരം സന്ധിയാണെന്ന് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ കൈ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, ഓക്കെ. ഇവിടെ അക്ഷരം എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖ അധികം ഐ ആണ് കൈ, പ്ലസ് ഇവിടെ ആയ് ഉണ്ട്, അപ്പൊ അത് നമ്മൾ എഴുതി. ഇവിടെ ആവുമ്പോഴോ കൈ എന്ന് പറയുമ്പോൾ ക അധികം ഐ ആണ് കൈ, പിന്നെ ഇയ എന്നുണ്ട്. ഇയ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? യ അധികം ആ ആണ് വരുന്നത് അല്ലെ. യ അധികം യ അധികം ആയാണ് വരുന്നത്, ഇയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ യ എന്ന് പറയുന്ന ഈ വർണ്ണങ്ങൾ പുതുതായിട്ട് ആഗമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് എന്ത് തരമാണ് സന്ധി? ആഗമ സന്ധി ആയിരിക്കും അല്ലെ. യ എന്ന് പറയുന്ന വർണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, യ അതുപോലെ വ് എന്ന് പറയുന്ന വർണ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഗമസന്ധി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ കൈയും അക്ഷരവും കൂടെ ചേർന്നപ്പോൾ കൈ അക്ഷരം, ഇവിടെ ഒരു യാ വന്നിട്ടുണ്ട്, യ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആഗമസന്ധ്യ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കുക. പിരിച്ചെഴുതുക നിരർത്ഥം. നിരർത്ഥം എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നീ അധികം അർത്ഥം. നീ എന്ന് പറയുമ്പോൾ നീ എന്ന് എഴുതിയിട്ട് വിസർഗം അല്ലെ. ഈ കുത്തിടുന്നതിന് നമ്മൾ എന്താ പഠിച്ചത്? വിസർഗം. അപ്പൊ നീ ഇട്ടിട്ട് വിസർഗം ഉണ്ട്, അധികം അർത്ഥം ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നിരർത്ഥം എന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ഈ വിസർഗം എന്ന് പറയുന്നത് മാറിയിട്ട് രാ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ പറയാം, 2 എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ നീ വിസർഗം ഇട്ടിട്ട് അഹങ്കാരം എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നീ അതുപോലെ എഴുതുക, വിസർഗം മാറിയിട്ട് എന്താക്കുക? രായാക്കുക, പിന്നെ ബാക്കി അഹങ്കാരം എന്നുള്ളതിന്റെ
ഇത് എഴുതി വെക്കുക. ഓക്കെ, അപ്പം നിരഹങ്കാരം എന്നായിട്ട് മാറും. അതേപോലെ തന്നെ നീ വിസർഗം അധികം അലങ്കാരം എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിച്ചു? നീ എഴുതി, വിസർഗത്തിന്റെ പകരം രാ എഴുതി, പിന്നെ ലങ്കാരം. ഓക്കെ, ഇപ്പം നിരലങ്കാരം. ഓക്കെ അല്ലേ? അപ്പം നിരർത്ഥം, നിരഹങ്കാരം, നിരലങ്കാരം. അപ്പം ഈ വിസർഗം മാറിയിട്ട് എന്തായിട്ട് മാറുന്നു? രാ ആയിട്ടാണ് മാറുക എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, മഹത് അധികം ചരിതം ചേർത്തെഴുതുക എന്നുള്ളതാണ് കേട്ടോ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മഹത് അധികം ചരിതം ചേർത്തെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം മഹത് ചരിതമാണ്. അപ്പം ഇത് ചിലർ മഹശ്ചരിതം എന്നൊക്കെ എഴുതാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം. ശരത് അധികം ചന്ദ്രൻ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരത് ചന്ദ്രൻ എന്നാണ് കിട്ടുക. ശരത് ചന്ദ്രൻ എന്ന് എഴുതിയ തെറ്റാണ്, ശരത് ചന്ദ്രനാണ് ശരി. അതേപോലെ ചലത് അധികം ചിത്രം ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചലച്ചിത്രം എന്നാണ്. അതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ? മഹത് അധികം ചരിതം ചേരുമ്പോൾ മഹച്ചരിതം ആണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ അവസാനിക്കുന്നത് ത ആണല്ലേ, ത. ഓക്കെ, അപ്പം ഇങ്ങനെ തായിൽ അവസാനിക്കുന്ന, ഓക്കെ, പിരിച്ചെഴുതുമ്പോൾ തായിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ച ആണ് ചേർക്കുന്നതെങ്കിൽ, ത അധികം ച ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇച്ഛ ആയിട്ട് മാറും. ഓക്കെ, തായുടെ കൂടെ ച ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇച്ഛ ആയിട്ട് മാറും. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതാണ് ഇവിടെ. ഇപ്പം ത് അധികം ച, അത് ഇച്ഛ ആയിട്ട് മാറി. ഇവിടെയും ത് അധികം ചായാണ്, അതുകൊണ്ടാണ് ഇച്ഛ ആയിട്ട് മാറിയത്. ഓക്കെ, ഇവിടെയും ത് അധികം ചായാണ്, അതുകൊണ്ടാണ് ഇച്ഛ ആയിട്ട് മാറിയത്. ഓക്കെ അല്ലേ? അപ്പം ശരത് അധികം ചന്ദ്രൻ, ശരത്ചന്ദ്രൻ. ചലത് അധികം ചിത്രം, ചലച്ചിത്രം. മഹത് അധികം ചരിതം, മഹച്ചരിതം. ഇനി വേറൊരു പോയിന്റും കൂടെ അവിടെ ഓർത്തിരിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വേർഡ് ഉണ്ട്, മനസ്സ് അധികം ശുദ്ധി. അതെന്ത് വരും? മനഃശുദ്ധി എന്നാണ് വരിക, മനഃശുദ്ധി. അതേപോലെ തപസ് അധികം ചര്യ എന്ന് പറയുന്നത് എന്താണ്? തപശ്ചര്യ, തപശ്ചര്യ, തപശ്ചര്യ. അതേപോലെ തന്നെ ഓക്കെ, അപ്പം ഈ വേർഡ്സിന് എന്താണ് പ്രത്യേകത? മനസ്സ് അധികം ശുദ്ധി, മനഃശുദ്ധി. ഇവിടെ സ് ആണല്ലേ രണ്ടിടത്തും. അപ്പം നിങ്ങൾ ആലോചിച്ച് വെച്ചിക്കോ, സായാണ് അവസാനിക്കുന്നത്, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വന്നു കഴിഞ്ഞാൽ, ഷായോ അല്ലെങ്കിൽ ചായോ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സാ മാറിയിട്ട് ഷായാകും. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, സാ അല്ലെങ്കിൽ ഇവിടെ തായും വരാം കേട്ടോ. സാ അല്ലെങ്കിൽ താ എന്ന് പറയുന്നതിലാണ് പ്ലസിന് മുമ്പ്, അതായത് പിരിച്ചെഴുതുമ്പോൾ സാ അല്ലെങ്കിൽ തായിൽ അവസാനിക്കുന്നതിൻ്റെ കൂടെ ഷാ അല്ലെങ്കിൽ ചാ ചേർന്ന് കഴിഞ്ഞാൽ സാ എന്ന് പറയുന്നത് ഷായാകും, താ എന്ന് പറയുന്നതാണെങ്കിൽ അത് ചായായിട്ട് മാറും. ഇവിടെ നോക്കിക്കേ, ഇവിടെ തായ് ഉണ്ട് അല്ലേ? ഇവിടെ സാ അല്ലെങ്കിൽ താ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ തായ് ഉണ്ട്. തായുടെ കൂടെ ഷാ അല്ലെങ്കിൽ ചാ ചേർന്നാൽ ഇവിടെ ചായാണ് ചേരുന്നത്. അങ്ങനെയാണെങ്കിൽ സാ ഷായാകും, താ ചായാകും. ഇവിടെ തായാണ്, താ എന്തായിട്ട് മാറി? ചാ ആയിട്ട് മാറി. ഓക്കെ, ഇപ്പം ഇവിടെ ഇച്ഛാന്ന് എന്തുകൊണ്ടാണ് വന്നത്? ഒരു ചായയെ ആകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇച്ഛാന്നായിട്ട് മാറിയത്? ഇവിടെ ഓൾറെഡി ഒരു ചായ ഉണ്ട് അല്ലേ? ത് അധികം ചായാണ്, അതായത് ച് അധികം ആയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ റൂള് പ്രകാരം ത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ച ആയിട്ട് മാറും. അപ്പോൾ ഈ ത് പോയിട്ട് വീണ്ടും ച് ആകും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നത് കൊണ്ടാണ് അവിടെ ച എന്നതായിട്ട് മാറുന്നത്. മനസ്സിലായോ? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇവിടെ അതുപോലെ സ് ഉണ്ട് അല്ലേ? സ് എന്ന് പറയുന്നതിനോടൊപ്പം ഷാ അല്ലെങ്കിൽ ചാ ചേർന്നു. അപ്പോൾ ഷാ അല്ലെങ്കിൽ ചാ ചേർന്നപ്പോൾ സാ എന്ന് പറയുന്നത് ഷായായിട്ട് മാറും, ഷാ. അപ്പോൾ സാ എന്ന് പറയുന്നത് മനസ്സ് എന്ന് പറയുന്നത് ഷായായിട്ട് മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? മന സ് എന്നുള്ളത് ഷ് ആയി. ഇപ്പുറത്ത് ഓൾറെഡി ഒരു ഷൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് എന്തായി? അത് ഷൂ എന്നായിട്ട് മാറി. രണ്ട് ഷായും കൂടെ ചേർന്നു. ഇവിടെ അതുപോലെ സ് ഉണ്ട്, ഇപ്പുറത്തെ ചായാണ്. അപ്പോൾ സിൻ്റെ കൂടെ ചാ ചേർന്നപ്പോൾ സ് എന്തായിട്ട് മാറണം? ഷായായിട്ട് മാറണം. അപ്പോൾ ഇവിടെ
ത ബ സ് എന്ന് പറയുന്നത് ഷ് ആയിട്ട് മാറി. ഇവിടെ ചര്യ എന്ന് തന്നെയാണ്. അപ്പൊ തപശ്ചര്യ. മനസ്സിലായോ? ഇപ്പുറത്ത് ചായ ആയിരുന്നെങ്കിൽ വീണ്ടും എന്താണ് അത് എന്തായിട്ട് മാറിയേനെ? ഷായ ആയിരുന്നെങ്കിൽ തപശ്ചര്യ ഷ എന്ന് വന്നേനെ. ഇവിടെ ചായ ആയതുകൊണ്ടാണ് തപശ്ചര്യ എന്നായിട്ട് മാറിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അതായത് സ അവസാനിക്കുന്നത് സായിലോ അല്ലെങ്കിൽ തായിലോ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ എന്തൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഷ അല്ലെങ്കിൽ ച ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിൽ സ എന്ന് പറയുന്നത് ഷായ ആയിട്ട് മാറും, ത എന്ന് പറയുന്നത് ചായ ആയിട്ട് മാറും. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ശരത് അധികം ചന്ദ്രൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സായിലോ തായിലോ അവസാനിക്കുന്നു, ഇവിടെ തായിൽ അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷായോ ചായോ ചേരുന്നു, ഇവിടെ ചാ ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സായ് ആണെങ്കിൽ ഷായ ആകും, തായ് ആണെങ്കിൽ ചായ ആകും. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? തായാണ്. അപ്പം താ ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? ച ആയിട്ട് മാറണം. അപ്പം ഈ താ എന്ന് പറയുന്നത് ചായ ആകും എന്ന് പറയുമ്പോൾ ഷ ര ഇത്ത് എന്നുള്ളത് എന്തായിട്ട് മാറും? ച് എന്നായിട്ട് മാറും, ചായ ആയിട്ട് മാറണം, ച് ആയിട്ട് മാറി. പ്ലസ് ഇവിടെ ഓൾറെഡി ഒരു ചായ ഉണ്ട് അല്ലേ? അപ്പം അത് രണ്ടും കൂടെ ചേരുന്നത് കൊണ്ടാണ് ഷ ര ഛ എന്നായിട്ട് മാറുന്നത്, ശരചന്ദ്രൻ എന്നായിട്ട് മാറുന്നത്. ഇവിടെ എത്ത് പോയിട്ട് ചായ ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മനസ്സ് അധികം ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എഴുതുകയാണ്. അപ്പം എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ സായിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം സായിൽ അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷാ അല്ലെങ്കിൽ ഷാ ചേരണം. ഇവിടെ ഷായാണ് ചേർന്നിരിക്കുന്നത്. അപ്പം സായിൽ അവസാനിച്ചു, ഷാ ചേർന്നു. അങ്ങനെയാണെങ്കിൽ സ എന്തായിട്ടാണ് മാറുന്നത്? ഷായ ആയിട്ട് മാറും. അപ്പം ഈ സ എന്തായിട്ട് മാറും? ഷ് ആയിട്ട് മാറണം ഇവിടെ അല്ലേ? അപ്പം നമുക്ക് മ ന സ് എന്നുള്ളതിന് പകരം ഷ് ആയി. ഇപ്പുറത്തെ ഒരു ഷൂ ഓൾറെഡി ഉണ്ട്. അപ്പം എന്തായിട്ട് മാറി? അത് ഷു എന്നായിട്ട് മാറി. അപ്പം നമ്മുടെ ആൻസർ മനഃശുദ്ധി എന്നായിട്ട് മാറി, മനഃശുദ്ധി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണത് പിരിച്ചെഴുതുന്നത്. അപ്പം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ മഹച്ചരിതം, ശരത്ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത്, മനഃശുദ്ധി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. യഥാ അധികം ഇഷ്ടം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? യഥാ അധികം ഇഷ്ടം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, യഥേഷ്ടം. യഥേഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇവിടെ യഥാ എന്ന് പറയുമ്പോൾ ധ അധികം ആ അധികം, ഇവിടെ ഇഷ്ടത്തിന്റെ ഇ ആണ്. അപ്പൊ ഇത് ചേരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ധ അധികം എ ആണ് വരിക കേട്ടോ. ഓക്കെ, ധ അധികം ആ അധികം ഇ. അപ്പൊ ആ അധികം ഇ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ്? എ. ആയും ഇയും കൂടെ ചേരുമ്പോൾ എ ആണ് കിട്ടുക. ഇതിന് ഗുണസന്ധി എന്നൊക്കെ പറയും. നിങ്ങൾ അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. ഇത് ആലോചിച്ച് നോക്കുക. ആ അധികം ഇ എന്ന് പറയുന്ന ഫോമിൽ കിടക്കുവാണെങ്കിൽ അത് എ എന്നായിരിക്കും വരിക. അപ്പം യഥാ അധികം ഇഷ്ടം എന്താണ് വരിക? യഥേഷ്ടം. യഥാ എന്ന് പറയുന്നത് ആ സൗണ്ടും ഇഷ്ടം എന്ന് പറയുന്നത് ഈ സൗണ്ടുമാണ്. അപ്പം ആയും ഇയും കൂടെ ചേരുമ്പോൾ എന്ത് വരും? എ വരണം. അപ്പം യഥാ അധികം ഇഷ്ടം യഥേഷ്ടം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ചന്ദ്ര അധികം ഉദയം. ചന്ദ്ര അധികം ഉദയം എന്ന് പറയുന്നത് ചന്ദ്രോദയമാണ് വരിക. ചന്ദ്രോദയം ഇതെങ്ങനെയാണ്? ഇന്ദ്ര എന്ന് പറയുമ്പോൾ സമയത്ത് ഇവിടെ ആ സൗണ്ടാണ് വരുന്നത് അല്ലേ? ഇവിടെ ആണെങ്കിൽ ഊ സൗണ്ട്. അപ്പം ആയും ഊവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഓ സൗണ്ടാണ്. കണ്ടോ? ചന്ദ്രോ, ഓയുടെ സൗണ്ടല്ലേ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക. ആയും ഇയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ എ സൗണ്ടാണ് വരേണ്ടത്. യഥാ അധികം ഇഷ്ടം യഥേഷ്ടം. ആയും ഇയും കൂടെ ചേർന്ന് എ സൗണ്ട് വന്നു. അതേപോലെ ആയും ഊവും കൂടെ ചേർന്നാൽ ചന്ദ്ര ഉദയം, ആ സൗണ്ടും ഇവിടെ ഊ സൗണ്ടും രണ്ടും കൂടെ ചേരുമ്പോൾ ഓ സൗണ്ട് വരണം. അതുകൊണ്ടാണ് ചന്ദ്ര ഉദയം കൂടെ ചേർന്ന് ചന്ദ്രോദയം എന്നായിട്ട് മാറിയത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. വാക്ക് അധികം മയം ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? വാക്ക് അധികം മയം ചേർന്ന് കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, വാങ്മയം. വാങ്മയം. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു റൂളാണ്, ക്ക് അധികം മാ ചേർന്ന് കഴിഞ്ഞാൽ ങ്ങായാണ് ആവുക. ക്ക് അധികം മാ ചേർന്ന് കഴിഞ്ഞാൽ ങ്ങായാണ് ആവുന്നത്. അപ്പൊ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചു നോക്കാം. ത്വക്ക് അധികം
മാംസം നമ്മൾ എങ്ങനെ എഴുതും? ത്വക്ക് അധികം മാംസം. ഇവിടെ നോക്കിക്കേ, കീം മായും കൂടെ ചേർന്നുണ്ട്. അപ്പൊ കീം മായും കൂടെ ചേർന്നാൽ എന്താവണം? ങായാവണം. അപ്പൊ ഇവിടെ വാക്കും മയും കൂടെ ചേർന്നപ്പോ വാങ്മയം എന്നായി. അപ്പൊ ത്വക്കും മാംസവും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറണം? ത്വങ് മാംസം. മനസ്സിലായോ? ത്വ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതുക, മാംസം എന്നുള്ളത് അതുപോലെ തന്നെ എഴുതുക. ഈ ക് മാറിയിട്ട് എന്തായിട്ട് മാറണം? ഇങ് ആക്കിയിട്ട് മാറ്റണം. ഇവിടെ അതുപോലെയാണ് അല്ലേ? വാക്മയത്തില് വാ അതുപോലെ തന്നെ എഴുതുക, മയം അതുപോലെ എഴുതുക, ക് മാറ്റിയിട്ട് ങ് ഇടുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ക് അധികം മാ വന്നു കഴിഞ്ഞാൽ ക് മാറ്റിയിട്ട് എന്തിട്ടാ മതി? ങ എന്ന് പറയുന്ന സൗണ്ട്, ങ് എന്ന് പറയുന്ന സൗണ്ട് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ങ് എന്ന് പറയുന്ന വർണ്ണം ചേർത്താൽ മതി. അപ്പൊ ഇത് ഒരു റൂളാണ്. ക് അധികം മാ വന്നാൽ ങ എന്ന് എഴുതണം, ക് മാറ്റിയിട്ട് ങ് എന്നുള്ള സൗണ്ട് മാറ്റി എഴുതണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, എന്നാൽ ഇതല്ലാതെ വേറെയും കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട് ഇതിൽ ഉൾപ്പെടാത്തത്. അതായത് ഇത് ഒരു എക്സെപ്ഷൻ കേസാണ്, ഈ ക് അധികം മാ വന്നു കഴിഞ്ഞാൽ ങ് എന്ന് പറയുന്നത്. അതല്ലാതെ കീൽ അവസാനിക്കുന്ന വാക്കുകളുണ്ട്, അത് നോക്കുക. വാക്ക് അധികം ദേവത എന്നാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ ക് എന്ന് പറയുന്ന സൗണ്ട് ആണ് അല്ലേ? അപ്പൊ ഈ ക് അതുപോലെ തന്നെ ത് എന്ന് പറയുന്ന സൗണ്ട് വന്നു കഴിഞ്ഞാൽ, ക് അല്ലെങ്കിൽ ത് എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ പിരിച്ചിട്ട് എഴുതിയിട്ട് അത് യോജിക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? അതിന്റെ മൃദുഭാവമായിട്ട് മാറും. ക് എന്ന് പറയുന്നതിന്റെ മൃദു എന്താണ്? ഗ എന്നാവും. ത് എന്ന് പറയുന്നതിന്റെ മൃദു എന്താണ്? ദ ആയിട്ട് മാറും. ഖരം എന്താ, മൃദു എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക് ത് എന്ന് പറയുന്ന ഖരം എന്ന് പറയുന്ന ഖരവർണ്ണങ്ങൾ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് അത് മൃദുവർണ്ണങ്ങളായിട്ട് മാറും, ഗ ദ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കുക, വാക്ക് അധികം ദേവത എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു വാക്ക് അധികം ദേവത, ക് എന്ന് പറയുന്നത് മൃദുവായിട്ട് മാറും. അപ്പൊ വാ എന്ന് എഴുതിയിട്ട് ക് മാറ്റിയിട്ട് എന്ത് എഴുതുക? അതിന്റെ പകരം ഗ എന്ന് എഴുതുക, ബാക്കി ദേവത അതുപോലെ എഴുതുക. അപ്പൊ വാഗ് ദേവത എന്നുള്ളതാണ് വരിക. അതേപോലെ തന്നെ വാക്ക് അധികം ദാനം എങ്ങനെ എഴുതണം? വാ എന്ന് പറയുന്നത് അതുപോലെ എഴുതാം, ക് എന്ന് പറയുന്നത് മൃദുവായിട്ട് മാറും, അതായത് ഗ എന്നായിട്ട് മാറും. ദാനം അതുപോലെ എഴുതാം, അപ്പൊ വാഗ്ദാനം. ഓക്കെ, അടുത്തത് വാക്ക് അധികം വാദം എങ്ങനെ എഴുതാം? വാ എന്ന് പറയുന്നത് അതുപോലെ എഴുതാം, കീനെ മാറ്റിയിട്ട് ഗ ആക്കുക, വാദം അതുപോലെ എഴുതാം. ചിലപ്പോൾ ഇത് ചേർത്തിയിട്ട് അവർ എഴുതുമ്പോൾ വാഗ്വാദം എന്നെഴുതും. ഈ ഗ്വ എന്ന് പറയുന്നത് ഗ വാ എന്നുള്ളത് തന്നെയാണ്. സോ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പൊ വാഗ്വാദം അല്ലെങ്കിൽ വാഗ്വാദം എന്ന് എഴുതിയാലും ശരിയാണ് എന്നുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ത്വക്ക് അധികം രോഗം എങ്ങനെ എഴുതാം? ക് പോയിട്ട് ഗ ആവും. അപ്പൊ ത്വ ഗ പിന്നെ രോഗം അതുപോലെ എഴുതാം, അപ്പൊ ത്വഗ് രോഗം. ഓക്കെ, അതേപോലെ തന്നെയാണ് ദിക്ക് അധികം വിജയി. ദിക്ക് അധികം വിജയി ചെയ്യുമ്പോൾ ദി അതുപോലെ എഴുതാം, ക് മാറ്റിയിട്ട് ഗ ആക്കുക, വിജയി അതുപോലെ എഴുതാം. അപ്പൊ ദിഗ് വിജയ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗും വിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഗ്വി എന്നുള്ള രീതിയിൽ ദ്വിഗ്വിജയ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയും എഴുതാം. ഓക്കെ, രണ്ടും ശരിയാണ്, ദ്വിഗ്വിജയ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ വരുന്നതാണ് ദിക്ക് അധികം അംബരൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ദിക്ക് എന്ന് പറയുന്നതിന്റെ ദി ഗ എന്നായിട്ട് മാറ്റി. ഓക്കെ, ദി ഗ ബരൻ, ദിഗംബരൻ എന്നായിട്ട് മാറും. ഓക്കെ, ക് അധികം അമ്മാണ്, അതുകൊണ്ടാണ് ഗമ്മായിട്ട് മാറിയത് കേട്ടോ. അപ്പൊ ദിഗംബരൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ക് മാത്രമല്ല, ത് എന്ന് പറയുന്നത് ദ ആയിട്ട് മാറും എന്ന് പറഞ്ഞല്ലേ. അപ്പോ ഈ ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ദ ആയിട്ട് മാറുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഭഗവത്ഗീത അല്ലെ, ഭഗവത് അധികം ഗീതയാണ്. നമ്മൾ മാറ്റി എഴുതുമ്പോൾ ത് എന്ന് പറയുന്നത് പിരിച്ചിട്ട് അത് യോജിക്കുന്ന സമയത്ത് ദ ആയിട്ട് മാറും, മൃദു ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവ ത് എന്ന് മാറ്റിയിട്ട് ദ ആക്കുക, ഗീത അതുപോലെ എഴുതാം. അപ്പൊ ഭഗവത്ഗീത കിട്ടിയല്ലോ. അതേപോലെ തന്നെയാണ് ഹൃത്ത് അധികം വികാരം ചേരുമ്പോൾ എന്ത് ചെയ്യുക? ഹൃ അതുപോലെ എഴുതാം, ത് മാറ്റിയിട്ട് ദ ആക്കുക, വികാരം എന്നുള്ളത് എഴുതാം. അപ്പൊ ഹൃദ്വികാരം, അല്ലെങ്കിൽ നേരത്തെ പോലെ ദ്വി എന്ന് എഴുതിയാലും ശരിയാണ്, ഹൃദ്വികാരം എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് സത്ത് അധികം ആചാരം. സത്ത് അധികം ആചാരം എന്ന് ചേരുന്ന സമയത്ത് ത് പോയിട്ട് എന്താവും? ദ ആകും. അപ്പൊ സ ദ അധികം ആ എന്ന് പറഞ്ഞാൽ എന്താണ്? സദാചാരം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഉദ്ഘാടനം എന്ന് പറയുന്നത്. ഉത് അധികം
ഘാടനം ആണ് എന്ത്? ഉദ്ഘാടനം. അപ്പൊ ഈ ഉ എഴുതി ത് എന്ന് പറയുന്നത് ദ ആയിട്ട് മാറി, ഘാടനം അതുപോലെ എഴുതി. അപ്പൊ ഉദ്ഘാടനം. മനസ്സിലായോ? അപ്പൊ ത് അല്ലെങ്കിൽ ക എന്ന് പറയുന്ന ഖരശബ്ദങ്ങൾ പിരിച്ചെഴുതുമ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് എഴുതുന്ന സമയത്ത് ഗ ദ എന്ന് പറയുന്ന മൃദു ശബ്ദങ്ങളായിട്ട് മാറും എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ പലവുരു എന്ന് പറയുന്നത് പിരിച്ചെഴുതുക. പലവുരു എന്ന് പറയുന്നത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, പല അധികം ഉരു ആണ് അല്ലേ? പല അധികം ഉരു എന്ന് പറയുന്നതാണ് പലവുരു. ഇനി ഇതിന്റെ സന്ധി ചോദിച്ചാൽ നമുക്ക് ഈസിയാണ്. എന്താണ്? ഇവിടെ പല ഉരു ചേർന്നിട്ട് പലവുരു എന്നായിട്ട് മാറി. അപ്പൊ വാ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ യ അല്ലെങ്കിൽ വ് എന്ന് പറയുന്ന വർണ്ണം വന്നു കഴിഞ്ഞാൽ അത് ആഗമസന്ധിയാണ്. സോ ഇത് ആഗമസന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്തത് തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ആഗമസന്ധിക്ക് ഉദാഹരണം തന്നിട്ടുള്ള വാക്കുകൾ നോക്കിക്കേ. താമരക്കുളം, ഇറ്റിറ്റ്, മണ്ഡലം, വഴിയുണ്ട്. വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലിട്ട് എത്താം. ഞാൻ പറഞ്ഞു ആഗമസന്ധി ആണെങ്കിൽ യ വ് എന്ന് പറയുന്ന വർണ്ണം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഏതിലെങ്കിലും ഉണ്ടോ? ദേ വഴിയുണ്ട്. അപ്പൊ വഴിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. വഴിയുണ്ട് എന്ന് പറയുന്നത് പിരിച്ചെഴുതുമ്പോൾ വഴി അധികം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യുണ്ട് എന്ന് പറയുന്നത് വഴിയുണ്ട് എന്നാണ്. അപ്പൊ ഴി എന്ന് പറയുമ്പോൾ ഴ അധികം ഇ ആണ്. ദെൻ അധികം യു എന്ന് പറയുമ്പോൾ യ അധികം ഉ ആണ്. അത് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ വഴി അധികം ഴി എന്ന് പറയുമ്പോൾ ഴ അധികം ഇ അധികം ഉ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഴ ഉണ്ട്, ഇവിടെയും ഴ ഉണ്ട്. ഇവിടെ ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. ഇവിടെ ഉ ഉണ്ട്, ഇവിടെയും ഉ ഉണ്ട്. യ എന്ന് പറയുന്ന വർണ്ണം ഇവിടെ പുതിയതായിട്ട് ആഗമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ആഗമസന്ധിയാണ്. ഇത് പിരിച്ചെഴുതിയില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. യ വാ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, യായോ വായോ വന്നിട്ടുണ്ടെങ്കിൽ അത് ആഗമസന്ധി ആയിരിക്കും എന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് വേൾ അധികം ടു. വേട്ടു ആണ് കേട്ടോ. വേൾ അധികം ടു എന്ന് പറയുന്നത് എന്താണ്? വേട്ടു ആണ്. ഇത് ഏത് സന്ധി വിഭാഗത്തിലാണ് പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആദേശസന്ധിയാണ്. ആദേശസന്ധി എങ്ങനെയാണ്? നമുക്കിതൊന്ന് പിരിച്ചെഴുതി നോക്കാം അല്ലെ? അപ്പൊ വേൾ അധികം ടു എന്ന് പറയുന്നത് വേട്ടു എന്നായിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ള് അല്ലെ? വേൾ എന്ന് പറയുമ്പോൾ ള് അധികം ത് അധികം ഉ ആണ് വേൾ അധികം ടു. ഇവിടെ വേ ടു എന്ന് വന്നപ്പോഴോ ട് അധികം ട് അധികം ഉ ആണ് എന്ത്? ടു എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വേൾ ടു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ള് പോയിട്ട് ട് എന്ന് പറയുന്ന ശബ്ദം വരികയാണ് ചെയ്തത് അല്ലെ? അപ്പൊ അതെന്താണ്? അത് ആദേശ സന്ധിയാണ്. ആദേശ സന്ധി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ത് പോയിട്ട് ഇവിടെ ത് അധികം ഉ എന്ന് പോയിട്ട് ട് അധികം ഉ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ത് പോയി ട് വന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആദേശ സന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സന്ധി അല്ലെങ്കിൽ എന്താണ് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിലാണ് നമുക്ക് ചോദ്യം വരാം. സന്ധി നിർണ്ണയിക്കാൻ ചോദിക്കും, പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും ഒക്കെ ചോദിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചെയ്യിപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്